മൻസൂർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നഴ്സുമാരെ ആശുപത്രി മാനേജ്മെന്റ് ശാരീരികമായി പീഡിപ്പിച്ചുവെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. ആശുപത്രിയിൽ നടക്കുന്നത് വഴിവിട്ട പ്രവർത്തനമെന്നും PK ഫൈസൽ പറഞ്ഞു. ജോലി ചെയ്യുന്ന പല നഴ്സുമാരെയും മാനഭംഗപ്പെടുത്തുന്ന രൂപത്തിലാണ് അവിടെയുള്ള മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ഒരു വാർഡൻ ഇന്നും ഇന്നലെ ഇപ്പൊ ചർച്ച നടത്തിയല്ലോ. ഇതുവരെയായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട കലക്ടർ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ വാർഡനെ എന്തുകൊണ്ട് ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നില്ല? വാർഡനെതിരെ അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെന്റിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നില്ല. സാരംഗ് സുരേഷ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. സാരംഗ്, ആ വാർഡിനെതിരെ ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഒരു പടി കൂടി കടക്കുകയാണ് കോൺഗ്രസ്. ഈ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആര്യ, ഇന്നലെ മൻസൂർ ആശുപത്രിക്ക് മുൻപിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ് ഇന്ന് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാസർഗോഡ് DCC പ്രസിഡന്റായ PK ഫൈസൽ. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഏറെ നാളുകളായി, ഏറെ വർഷങ്ങളായും മൻസൂർ ആശുപത്രിക്ക് നേരെ നിരന്തരമായ പരാതികൾ DCC നേതൃത്വത്തിന് മുൻപിൽ ലഭിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് അവിടുത്തെ ജീവനക്കാരെ, സ്ത്രീ ജീവനക്കാർക്ക് നേരെ ശാരീരികമായ പീഡനങ്ങൾ നടക്കുന്നു, മാനസികമായ പീഡനങ്ങൾ നടക്കുന്നു. അതുപോലെ ഹോസ്റ്റലിൽ പഠിച്ച് താമസിച്ച് അവിടെ പഠിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളെ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇവർക്കെതിരെ കർശനമായ നടപടികൾ വേണം എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ കുടുംബം നൽകിയിട്ടുള്ള ഒരു പരാതിയിൽ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ കൂടി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ആര്യ, ശരി.